കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിയ MSC എൽസ-3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് മുതൽ തേങ്ങ വരെ എന്ന റിപ്പോർട്ട്. 643 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുമ്പോൾ 640 കണ്ടെയ്നറുകളിലെ വിശദാംശങ്ങളാണ് കപ്പൽ അധികൃതർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, വലിയ ആശങ്ക ഈ കണ്ടെയ്നറുകൾ സംബന്ധിച്ച് അതിൽ എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ തന്നെ തീരത്ത് ഇപ്പോഴും അങ്ങനെ നങ്കൂരമിടാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ പുതിയ ഡീറ്റെയിൽസ് കപ്പൽ അധികൃതർ തന്നെ പുറത്തേക്ക് നൽകുന്നത്, സർക്കാരിന് നൽകുന്നത്. അപ്പോൾ എന്താണ് അതിൽ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത്? എത്ര കണ്ടെയ്നറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്? തീരത്തൊക്കെ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ഫുൾ ഡീറ്റെയിൽസ്. നമ്മുടെ തീരത്ത് മുങ്ങിയ എൽസ-3 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് എന്ന വിവരമാണ് കസ്റ്റംസ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതായത് 643 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് എന്നാണ് ഔദ്യോഗികമായി ആദ്യം വിശദീകരിക്കപ്പെട്ടത്. പക്ഷേ ഈ പുറത്തുവിട്ട പട്ടികയിൽ 640 കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ഇതിൽ 12 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ്. അതായത് കാൽഷ്യം കാർബൈഡ് നമുക്കറിയാം വളരെ ഹാനികരമായ ഒരു കെമിക്കലാണ്. വെള്ളവുമായി ചേർന്നാൽ അസത്തിലിൻ വാതകം ഉണ്ടാകും, കത്തും. അപ്പോൾ 8 കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ തന്നെ ഉണ്ട്. ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഈ കാൽഷ്യം കാർബൈഡാണ്. 5 എണ്ണം പുറം കടലിൽ ഒഴുകി നടക്കുകയായിരുന്നു. അതാണ് നമ്മുടെ തീരത്തെല്ലാം അടുക്കുകയും പിന്നീട് അതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയത് നമ്മൾ കണ്ടതാണ്. 4 കണ്ടെയ്നറുകളിൽ അതായത് ഇപ്പോഴും ഈ കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡുമായി ഇപ്പോൾ കടലിനുള്ളിൽ തന്നെ ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും അത് കടൽ ജീവികൾക്കും ഒപ്പം തന്നെ തീരത്ത് മനുഷ്യർക്കും ഹാനികരമാകുന്ന രീതിയിൽ പ്രശ്നമാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 4 കണ്ടെയ്നറുകളിൽ ക്യാഷ് ആണ് എന്നതാണ്. അതായത് ആ പട്ടികയിൽ ക്യാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ക്യാഷിനെട്ടാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമെല്ലാം കസ്റ്റംസ് നൽകുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ക്യാഷ് ആണെങ്കിൽ അത് സംബന്ധിച്ച് അത് വേറെ തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണ്ടിവരും. അക്കാര്യത്തിലൊരു വിശദീകരണവും കൃത്യമായി ലഭ്യമല്ല. 71 കണ്ടെയ്നറുകൾ കാലിയാണ്. അതായത് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ്. നമ്മുടെ തീരപ്രദേശത്ത് അല്ലെങ്കിൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോയ പലർക്കും കണ്ണൂരിൽ നിന്നെല്ലാം ഈ തേങ്ങ കിട്ടിയത് വലിയ വാർത്തയായതാണ്. അപ്പോൾ നാളികേരത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ കടലിൽ ഒഴുകി നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം കശുവണ്ടിയും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. 87 കണ്ടെയ്നറുകളിൽ തടിയാണ്. ഈ അപകടം നടന്നതിന് പിന്നാലെ തീരപ്രദേശത്ത് പലയിടത്തും വലിയ തടി കഷ്ണങ്ങൾ അടുത്തിരുന്നു. അപ്പോൾ എന്ത് തടിയാണ്? വില കൂടിയ തടി തന്നെയായിരിക്കും. പല രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച തടി തന്നെയാകും. 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ്. പോളിപ്രൊപ്പലിൻ തരികൾ കടലിൽ പരന്നു കിടക്കുന്നുണ്ട്. അത് തീരത്തടുത്തത് നമ്മൾ കണ്ടതാണ്. മനുഷ്യർക്ക്, പ്രകൃതിക്ക് ഹാനികരമായ, പരിസ്ഥിതിക്ക് ഹാനികരമായ വസ്തുക്കളാണ്. 39 കണ്ടെയ്നറുകളിൽ പഞ്ഞിയാണ്, തുണിത്തരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടലിൽ കടലിനെ മലിനമാക്കുന്ന, പരിസ്ഥിതിക്ക് ദോഷമാകുന്ന വസ്തുക്കൾ കടലിൽ ഇപ്പോഴും കിടക്കുന്നു. അത് ഹാനികരം തന്നെയാണ്. ഇതെങ്ങനെ ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കുമെന്നതെല്ലാം തന്നെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വഴിവെക്കേണ്ടതാണ്. ശരി, പ്രശാന്ത് കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിലെ ഭീതി ഒഴിയാതെ നിൽക്കുമ്പോൾ, ആ ഭീതി നങ്കൂരമിടാതെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ കപ്പൽ അധികൃതർ തന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ മറുവശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. ശ്രീ രാജഗോപാൽ കമ്മത്തെ, ശാസ്ത്ര ലേഖകൻ, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിനിധി ചാൾസ് ജോർജ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. കുഫോസ് VC ഡോക്ടർ A ബിജുകുമാറിനെ കൂടി നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ വരുന്ന ഡീറ്റെയിൽസ് എത്രത്തോളം നമ്മെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്നതാണ്? കാരണം തീരത്ത് മത്സ്യത്തൊഴിലാളികൾ പല ആവലാതികൾ ഇപ്പോൾ തന്നെ അവർ പറയുന്നു. അവരുടെ ദൈനംദിന അവരുടെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ആശങ്കകൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോഴാണ് ഈ കണ്ടെയ്നറുകൾ, 640 കണ്ടെയ്നറുകൾക്കുള്ളിലെ ഡീറ്റെയിൽസ് ആണ്. അതിൽ തേങ്ങ മുതൽ കാൽസ്യം കാർബൈഡ് വരെ. കാൽസ്യം കാർബൈഡ് എന്ന് പറയുമ്പോൾ അത് ജലത്തിൽ ലയിക്കാനുള്ള സാധ്യത 5 കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഈ വരുന്ന ഡീറ്റെയിൽസിന്റെ മുറയ്ക്ക് എത്രത്തോളം നമ്മളൊന്ന് ഗൗരവത്തോടെ കാണേണ്ടതാണ്? ഇപ്പോൾ ഹാനികരമായ വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ നിന്ന് കടലിലേക്ക് പടർന്നിട്ടുള്ളത്. ഇപ്പൊ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് അത് ഈ അസിറ്റിലിൻ ഉത്പാദിപ്പിച്ച് അത് കത്തിപ്പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കാൽഷ്യം കാർബൈഡ് ഇൻജസ്റ്റ് ചെയ്യുന്ന മറൈൻ ഓർഗാനിസംസ് അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, അത് കഴിക്കുന്നവയുടെ ജീവൻ നഷ്ടപ്പെടും. കാരണം മറൈൻ കടൽ ജീവികൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ തരം കടൽ ജീവികളാണ്. കടൽ ജീവികൾ ഭക്ഷിക്കുന്നത് മറ്റ് കടൽ ജീവികളെയാണ്. അതായത് പ്ലാങ്ടൺ പോലെ, പ്ലാങ്ടൺ പോലെയുള്ള ചെറുജീവികളെയാണ് മത്സ്യങ്ങൾ കഴിക്കുന്നത്. ചെറു മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ കഴിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു ഫുഡ് ചെയിൻ പോകുന്നത്. അപ്പോൾ ഈ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മത്സ്യങ്ങളുടെ ഒരു കൂട്ടം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്
ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ആ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നു, വലിയ മത്സ്യങ്ങൾ കൂടുതൽ സമയം കടലിലുണ്ടാകും. അപ്പോൾ അവയുടെ ശരീരത്തിലേക്ക് ഇത് എത്തുന്നു. കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് കാർസിനോജനിക് ആണ്, അതായത് ക്യാൻസർ കോസിംഗ് ആണ്. ഇത് ശരീരത്തിനുള്ളിൽ ചെന്നാൽ അതിന് പുറത്തു കളയാനായിട്ടുള്ള മാർഗം ശരീരത്തിനില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും കാർസിനോജനിക് ആണ്. അത് ഫാറ്റിലും ടിഷ്യൂസിലും ഒക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കാൽഷ്യം കാർബൈഡ് ഇട്ട പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പോളിത്തീനും മറ്റു കാര്യങ്ങളുമാണ്. പോളിത്തീൻ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ ഇപ്പൊ ഗ്രാന്യൂൾസ് ആണ് കടലിൽ പരന്നിട്ടുള്ളത്. നമ്മുടെ കടൽ തീരത്തൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടത് ഗ്രാന്യൂൾസ് ആണ്. അപ്പോ മത്സ്യങ്ങൾക്ക് അറിയത്തില്ല ഇത് ഭക്ഷ്യയോഗ്യമാണോ അല്ലോ ഒന്നൊന്നും അറിയത്തില്ല. അത് മാത്രമല്ല വളരെ നേരിയ ഒരു ഹൈഡ്രോ കാർബണുമായിട്ട് ബന്ധപ്പെട്ട പോളിമറുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അവ കഴിക്കും. ചെറിയ ജീവികൾ മുതൽ വലിയ ജീവികൾ വരെ കഴിക്കും. വലിയ ജീവികൾ ധാരാളം വെള്ളം അകത്തേക്ക് എടുക്കുന്നു, ആ സമയത്ത് ഇത് കഴിക്കുന്നു. തിമിംഗലം പോലെയുള്ളവ പ്ലാങ്ടൺ കഴിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളും ഇത് കഴിക്കുന്നു. ഇത് ആ ഫുഡ് ചെയിനിലൂടെ കടന്ന് ഇപ്പൊ NGT പറഞ്ഞതനുസരിച്ച് 25% ചാൻസ് ആണ് ഉള്ളതെന്നുള്ളതാണ്. അതായത് എറണാകുളം മുതൽ അങ്ങോട്ട് തെക്കോട്ടുള്ള കടൽ തീരങ്ങളിലെ മത്സ്യങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് 25%ആണെന്നുള്ളതാണ്. അതായത് 25% എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന 4 മത്സ്യങ്ങളിൽ ഒരെണ്ണം കണ്ടാമിനേറ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതും ഈ ഗുരുതരമായ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട്, ചെറിയ രീതിയിലല്ല. കാരണം ഈ കാൽഷ്യം കാർബൈഡ് മനുഷ്യന്റെ അകത്ത് തിന്നാൽ എന്ന പോലെ തന്നെ മത്സ്യങ്ങളുടെയും മറ്റ് കടൽ ജീവികളുടെയും ശരീരത്തിന്റെ ടിഷ്യൂസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് നമ്മൾ കഴിക്കുന്നത്. അതിന്റെ വയറ്റിൽ പോയിട്ട് അത് പോവുകയല്ല ചെയ്യുന്നത്. നമ്മളെ പോലെ തന്നെ അതിനും അത് പുറത്തു കളയാനായിട്ടുള്ള സംവിധാനം ഇല്ല. അതും ഒരു ജീവിയാണല്ലോ, അത് പുറത്തു കളയാനായിട്ടുള്ള സംവിധാനമില്ല. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇത് കഴിക്കുന്നത് അതിന്റെ വയറ്റിൽ പോയി അടിഞ്ഞിട്ട് അത് പുറത്തു പോകാതെ അവിടെ തന്നെ തുടരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസും ഈ വിഷവസ്തുക്കളും അതിന്റെ ശരീരത്തിലുണ്ടാവും. അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെത്തും. ഇപ്പോ മീൻ കഴിക്കാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാനുള്ള ചില ഡ്രമാറ്റിക് ആക്ട്സ് ഒക്കെ ചിലർ കാണിക്കുന്നത് കാണാം. മീൻ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ആർക്കും മീൻ കഴിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഓൾറെഡി നമ്മുടെ വായുവും ഇതൊക്കെ പൊള്യൂട്ടഡ് ആണ്. സമുദ്രജലവും പൊള്യൂട്ടഡ് ആണ്. തീരക്കടലൊക്കെ മാക്സിമം പൊള്യൂട്ടഡ് ആണ്. അതിന്റെ കൂടെ തന്നെ ഈ മെർക്കുറിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മീനുകളിൽ മെർക്കുറി ഡിപ്പോസിറ്റ്സ് കൂടുതലാണ്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ കഴിച്ച് ശീലിച്ചാണ്. അതിനെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹെവി മെറ്റൽ പോയ്സണിങ് ധാരാളമായിട്ട് കേരള തീരത്തുള്ള മത്സ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നദികളിൽ നിന്ന് 44 ആറുകളിൽ നിന്ന് ഒഴുകി പോകുന്ന ജലം ഈ ഹെവി മെറ്റൽ നമ്മൾ നമുക്കറിയാം. സർക്കാർ അത് മന്ത്രി ഉൾപ്പെടെ വന്ന് നമ്മളൊരു ക്യാമ്പയിനായി, കാരണം ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഒന്നും പ്രചരിപ്പിക്കപ്പെടല്, മത്സ്യസമ്പത്ത് മത്സ്യം കഴിക്കാമെന്ന് കഴിച്ചു കാണിച്ച് നമ്മോട് പറഞ്ഞ ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്. കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞാലുള്ള ഇഫക്റ്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കെന്തായാലും ഞാൻ അങ്ങിലേക്ക് വരാം. അടിയന്തരമായിട്ട് നമുക്ക് ഈ ഇത്തരം ഡിപ്പോസിറ്റ്സ് കടലിൽ അത് നിർവീര്യമാക്കുക, അത് മാറ്റുക എന്ന വലിയൊരു ഫലപ്രദമായിട്ടുള്ള യജ്ഞത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ ചാൾസ് ജോർജ്, ഇപ്പോൾ കടലിൽ വന്നടിയുന്ന ഈ തടിക്കഷ്ണങ്ങൾ 87 കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ തടികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തടികൾ അതൊക്കെ തന്നെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് ഈ പറയുന്ന കണ്ടെയ്നറുകളിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന, ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം അവരുടെ ബോട്ടുകളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തൊക്കെയുള്ള ശക്തികുളങ്ങരയൊക്കെ സംഭവിച്ചെന്താണ്, ബോട്ടുകളിലേക്ക് വന്ന് ഇതിന്റെ പാർട്സ് വന്ന് ഇടിക്കുമ്പോൾ ആ ചെറിയ ഒരു ആഘാതം പോലും താങ്ങാൻ കഴിയാത്ത വണ്ണമാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അവർ ദൈനംദിനമായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കടലിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? ഇവിടെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ അത് സാധ്യമായിട്ടുണ്ടോ? ഇനിയും കഴിഞ്ഞ 28-ാം തീയതി മിനിസ്റ്റർ ഞങ്ങളെ യോഗം വിളിച്ചു ചേർത്തു. ഈ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അന്നേക്ക് തന്നെ ഞങ്ങൾക്ക് വിവരമുണ്ട് എത്ര കണ്ടെയ്നർ ഉണ്ടെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ വിഷയം വഷളാക്കിയ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ വിഷയം ഏറ്റവും ആദ്യം വഷളാക്കിയത്. അവർ ആദ്യം പറഞ്ഞു 12 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ്, 13 കണ്ടെയ്നറുകളിൽ വിഷകരമായ രാസമാലിന്യങ്ങൾ. അങ്ങോട്ട് ആരും പോകരുത്, അടുക്കരുത്, തുടരുത്, കിസ് ചെയ്യരുതെന്നൊക്കെ അവർ പറഞ്ഞില്ലേ? ആരാ പറയുന്നത്? കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നമ്മൾ പേര് അറിയുമ്പോൾ തന്നെ അത് വളരെ സിമ്പിളായ കാര്യമല്ലേ? ഒരു കപ്പൽ പുറപ്പെടുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുണ്ടെന്ന്. ഇന്ന് 12 ദിവസം കഴിഞ്ഞിട്ടാണോ പറയേണ്ടത്? യഥാർത്ഥത്തിൽ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ ഇവർ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്
അവരൊരു എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ബിൽ ഓഫ് എൻട്രി എന്ന് തന്നെ പറയും. ബിൽ ഓഫ് എൻട്രി നോക്കിയാൽ അറിയാൻ പറ്റും എന്നെ കണ്ടത് ഇന്ന കാര്യങ്ങൾ. ഇത് 12 ദിവസം കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഗവൺമെൻറ്റിനൊക്കെ കൊടുത്താൽ പോരെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുത്താൽ പോരെ, അവർക്ക് ഇതിന് വിശദീകരിക്കാമല്ലോ. അതൊന്നും നടന്നില്ലല്ലോ. ഇപ്പം നമ്മളെ മുഴുവൻ ഇരുട്ടി നിർത്തിയിരിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങളും. അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വരുന്ന വിഷയം, നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ധാരാളം വിദഗ്ധരുണ്ട്. നമ്മൾ ഈ വിദഗ്ധരെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. അതോടൊപ്പം ബിരുദന്മാരും ഉണ്ട് സാർ. വിദഗ്ധന്മാരോടൊപ്പം ബിരുദന്മാരോട് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ കാൽസ്യം കാർബൈഡ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോഴും. ഇവിടെ തന്നെ എന്തിനാണത്? മാങ്ങ പഴുപ്പിക്കാൻ കൊണ്ടുവരികയാണത്. മാങ്ങ നമ്മൾ കഴിക്കുകയല്ലോ അതെല്ലാവരും. അതിപ്പോൾ അത് വിശാലമായ കടലിൽ കുറച്ച് കാൽസ്യം കാർബൈഡ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാൽസ്യം കാർബൈഡ് ദോഷകരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാർസിനോജനിക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, അത് 12 കണ്ടെയ്നറാണ് കാൽസ്യം കാർബൈഡ് ഉള്ളത്. അതിന് അടച്ചുറപ്പിച്ച് കന്നാസിനകത്താക്കി പിരിയുള്ള അടപ്പാണ് അതിനുള്ളത്. അതങ്ങനെ പെട്ടെന്ന് പൊട്ടി പുറത്ത് വരുന്നതല്ല. പുറത്തു വന്നാൽ അനുഭവിക്കാൻ വേണ്ടി വരും. പക്ഷേ അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അത്രയും വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അതിന് പുറമെ 13 രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുണ്ടെന്നും കൂടി അവർ തട്ടിവിട്ടല്ലോ. ഇതൊക്കെ അങ്ങേറ്റം അപകടം പിടിച്ച കാര്യമാണല്ലോ. ഇല്ലാത്തൊരു കാര്യം പെരുപ്പിച്ചടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇത്രയും ദിവസം കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഈ വസ്തുക്കളെക്കുറിച്ച് ആദ്യം വിശദീകരിക്കേണ്ടിയിരുന്നു. എന്നിട്ട് ഇത്ര ആശയക്കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷമായി മത്സ്യമില്ലാണ്ടിരിക്കുകയാണ്. അതിനുശേഷം മത്സ്യം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷമായി മത്സ്യമില്ലാതിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മത്തി. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മത്തി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ വിരൽ വണ്ണമുള്ള മത്തിയാണ്, ചെറിയ മത്തിയാണ്. ഇപ്പോൾ മത്തി മുഴുത്തു തുടങ്ങിയ സമയമാണ്. ഈ സമയത്താണ് കപ്പലും കൂടി വന്ന് വിട്ടിരിക്കുന്നത്. ഇത് നമ്മളെ ബാധിക്കുകയാണ്. MUR എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. പ്രായോഗികമായിട്ടുള്ള നിങ്ങൾ കാരണം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളാണ്. കടലുമായി ഏറ്റവും കൂടുതൽ ദൈനംദിനമായി മല്ലടിക്കുകയും കടലിനോടൊക്കെ തന്നെ ഇടപിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ജനതയുടെ ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ജനവിഭാഗത്തിൻ്റെ അതായിട്ടുള്ള യജ്ഞം, അവരുടെ കുടുംബങ്ങൾ, അവരിൽ നിന്നും നമ്മളൊക്കെ തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ശ്രമം നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് സർക്കാർ വീണ്ടും ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്, കാരണം മത്സ്യം കഴിക്കാമെന്ന് സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാർ പറയുന്നുണ്ട് ഈ ഒരു ഫേക്കായിട്ടുള്ള മറ്റ് വാർത്തകളൊന്നും വിശ്വസിക്കരുതെന്ന് സർക്കാർ പറയുന്നുമുണ്ട്. പക്ഷേ ശ്രീ ചാൾസ് ജോർജ്, ഇക്കാര്യത്തിലൊരു വിദഗ്ധമായിട്ടൊരു പഠനം തുടക്കത്തിൽ തന്നെ നടത്തണമായിരുന്നു. ഈ ഒരു ആശങ്ക ഒഴിവാക്കണമായിരുന്നു. മാത്രമല്ല, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വിശാലമായിട്ട് ഒഴുകുന്ന ഈ കടൽ മേഖലയാണ്. അപ്പോൾ ഈ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ ഒഴുകി അവിടെ നിന്നൊക്കെ അപ്പോൾ ഒരു വ്യക്തത വരുത്തണമായിരുന്നു. ആ വ്യക്തത ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണോ? അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു വ്യക്തത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണോ? കാരണം സർക്കാർ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചില ആനുകൂല്യങ്ങൾ 1-2 ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തവരാണ്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായിടത്തും മത്സ്യമേള നടത്താൻ തീരുമാനിച്ചു. കൊച്ചിയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എല്ലാ യൂണിയനുകളെയും യോഗം വിളിച്ചു ചേർത്തു. വരുന്ന ശനിയാഴ്ച ഒരുപാട് എക്സ്പെർട്ടുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സ്യമേള നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു മീൻ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും മീൻ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. കൊച്ചിയുടെ വിഷയമില്ല. അപ്പോൾ പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ടത് നമ്മൾ തീരുമാനിച്ച് പരിപാടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞു, കായംകുളം ഇതിന് തെക്കുവശമാണ്. അവിടെ മീൻ കിട്ടി. മീൻ 300 രൂപ വിലക്കാണ് ചാള പോയിട്ടുള്ളത്. ആർക്കും യഥാർത്ഥത്തിൽ പ്രശ്നമില്ല. പ്രശ്നമുണ്ട് നമ്മൾ വരുത്തിയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കുഴപ്പമുണ്ടാക്കി ഞാൻ പറയുന്ന ഒന്ന്, അവർ ആദ്യം നടത്തി പത്രസമ്മേളനം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് അവർ ക്യാപ്റ്റൻ ഡിറ്റൈൻ ചെയ്തില്ല? ഈ അദാനി തുറമുഖത്തിനെതിരെ, അതിലെ MMDക്കെതിരെ, അതിലെ കസ്റ്റംസിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഗവൺമെൻറ് തയ്യാറല്ലോ. നമ്മൾ ശക്തമായ നിലപാട് തിരിച്ച് നമ്മൾ ചർച്ചയ്ക്ക് നേരിട്ട് വരുമായിരുന്നു കപ്പൽ കമ്പനി. പണ്ട് എൻട്രിക്കൽ എക്സിഡൻ്റ് ആയാലും നമ്മൾ ക്യാപ്റ്റൻ ഡിറ്റൈൻ ചെയ്തില്ലേ? ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം അറിയാമോ? മന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അധികാരപരിധിക്ക് വെളിയാണ് കപ്പലുന്നത്. എവിടെ അധികാരപരിധിക്ക് വെളിയിൽ? 200 നോട്ടിക്ക് മേലെ എവിടെയാണെങ്കിലും കപ്പൽ മുങ്ങിയാൽ അവരെ ഡിറ്റൈൻ ചെയ്യാൻ അവകാശം നമുക്കുണ്ട്, കേസെടുക്കാൻ ആവശ്യം. ഇതുവരെ നമ്മൾ കേസെടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അതൊക്കെ ഞങ്ങളുടെ ആക്ഷേപം. നമ്മൾ വലിയൊരു രാജ്യമാണ്, വിശാലമായൊരു കൺട്രിയാണ്. ഇത് കണക്കിലെടുക്കേണ്ടതുണ്ടായിരുന്നു നമ്മൾ. എന്നിട്ട് MSCക്കെതിരെയോ അദാനിക്കെതിരെയോ കപ്പൽ കമ്പനിക്കെതിരെയോ ഒരക്ഷരം നമ്മൾ ഉണ്ടെന്ന് തയ്യാറാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നക്കാപ്പിച്ച് ആനുകൂല്യം കൊടുത്തതിൻ്റെ വിഷയം പരിഹരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തൊട്ടപ്പള്ളി എന്നൊരു സ്ഥലത്തൊരു ഹാർബറുണ്ട്. അതിന് തൊട്ടടുത്തൊരു കപ്പലും പറഞ്ഞിരിക്കുന്നത് 20 നോട്ടിക്കൽ മേൽ ഭാഗത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. അവരോടൊപ്പം മീൻ പിടിക്കും. ഇനി അവരെങ്ങനെ ജീവിക്കും? അവർ 1000 രൂപ എങ്ങനെ ജീവിക്കും? ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഈ
പക്ഷിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കോഴി അല്ലെങ്കിൽ ചിക്കനേ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മത്സ്യമേ മാറ്റി നിർത്തുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണമായിരുന്നു. വ്യക്തത വരുത്താനുള്ള ഒരു ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നു. ഒരു വന്ന് പറഞ്ഞു പോവുകയല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നതെന്നൊരു തോന്നലാണോ നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത്? ഇങ്ങനൊരു ആശങ്ക ഒഴിവാക്കാമായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു, ആ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു എന്നാണോ? ഇനിയെങ്കിലും ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണോ? ഞാൻ പറയാം ഗവൺമെന്റ് എക്സ്പെർട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി. ഇവിടെ ഇരിക്കുന്ന വരാൻ പോകുന്ന ബിജുകുമാർ അടക്കമുള്ളവരെ വെച്ച് 3 അംഗ എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി. സ്വിഫ്റ്റ് CMFRA ഉണ്ട്. സ്വിഫ്റ്റ് എല്ലാ ഭാഗത്തും, ഞാൻ രാജഗോപാലോട് കൂടി പറയുന്നത്, എല്ലാ ഭാഗത്തും സാമ്പിൾ കളക്ട് ചെയ്തു. കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് സാമ്പിൾ കളക്ട് ചെയ്തു. ഒരു മത്സ്യത്തിന് ഒരു കുഴപ്പമില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്നോട് നേരിട്ട്. ഞാൻ ഇന്ന് രാവിലെയും സ്വിഫ്റ്റ് ഡയറക്ടറോട് സംസാരിച്ചു. ഒരു മത്സ്യത്തിനും കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കും. അവർക്ക് ആർക്കാണ് അത്ര കുഴപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ച് പറയേണ്ടത്. ഡോക്ടർ എ ബിജുകുമാർ കുഫോസിന്റെ VC കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജുകുമാർ, അങ്ങോട്ട് അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ കടലിലെ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ ഡീറ്റെയിൽസ് സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ്? കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അവരുടെ കൺസേൺസ്, അവരുടെ ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. അതിനെയൊക്കെ തന്നെ നമ്മൾ മറികടക്കണം. നമ്മളെ സംബന്ധിച്ചുള്ള വിശാലമായിട്ടുള്ള കടൽ തീരമുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതിനകത്ത് ഒരു ഇപ്പൊ കണ്ടെയ്നറുകളിൽ എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എണ്ണ മലിനീകരണത്തിന്റെ പ്രശ്നം ഇപ്പോ നമ്മൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ അതേസമയം ഈ പുതിയ ലിസ്റ്റിലുള്ള കാൽഷ്യം കാർബൈഡിന്റെ കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം പിന്നെ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും കൂടി ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിനകത്ത്. ഹൈഡ്രസീനും ഹൈഡ്രോക്സിലമീനും ഇതും പിന്നെ നമ്മൾ നേരത്തെ അറിയാതിരുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോ ഇതും ഈ കണ്ടെയ്നറും കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് നമുക്കുള്ളത്. അതിനുള്ള ഒരു പിന്നെ അണ്ടർ വാട്ടർ റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള സർവേ നമ്മൾ അടിയന്തരമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. 2, ഇത്തരം കണ്ടെയ്നറുകളെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രാസവസ്തുക്കൾ പുറത്തേക്ക് എടുക്കേണ്ടുന്ന സാങ്കേതിക വിദ്യയിലേക്ക് വരണം. അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാധുനികമായിട്ടുള്ള കുറച്ചുകൂടി സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരേണ്ടതായുണ്ടോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നതാണോ? കാരണം ഒരുപാട് ആശങ്കകൾ ഇങ്ങനെ പടർന്നു പോകാൻ പാടില്ല. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവനമാർഗം സംബന്ധിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ അവർക്ക് നമുക്കൊരു ഉത്തരം കൃത്യമായി നൽകാൻ കഴിയണം. അങ്ങനെ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടോ? ഇല്ല. അതിനകത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ എന്താണ് വസ്തുക്കൾ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കാൽഷ്യം കാർബൈഡിന്റെ എത്ര കണ്ടെയ്നർ എന്നുള്ളതുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ പ്ലാസ്റ്റിക് നഡിൽസ് ആണ്, പ്ലാസ്റ്റിക് തരികളാണ്. അതെല്ലാം പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. ഇവിടെ ഒരു 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സർക്കാർ നിലവിലെ ഒരു കമ്മിറ്റി, ശാസ്ത്രസാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല സ്ഥാപനങ്ങളിൽ ചേർന്ന ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺസോർഷ്യത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഒന്ന് ഈ കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതും, അത് രണ്ടാമത് ഈ പ്ലാസ്റ്റിക് തരികൾ എന്തുമാത്രം പടർന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അസസ്മെന്റുമാണ്. ഈ പ്ലാസ്റ്റിക് തരികൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു മത്സ്യം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുത്തുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ദീർഘകാലം മത്സ്യങ്ങൾ ഇത് ഭക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് സൂക്ഷ്മ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം മലിനീകരണം അതിന്റെ ശരീരത്തിൽ എന്തുമാത്രം രാസവസ്തുക്കൾ കയറുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വിലയിരുത്തൽ ആവശ്യമാണ്. അതിനൊരു ദീർഘകാല പിന്നെ ഒരു ലോങ് റണ്ണിങ്ങിലേക്ക് എത്തുമ്പോൾ, അത് ലോങ് ടൈമിൽ എത്തുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് അക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മളൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് താങ്കൾ പറയുന്നത്? നിലവിലെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ ദീർഘകാലത്തെ ഒരു മോണിറ്ററിംഗ് ആവശ്യമാണ്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാണോ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ പഠന സമിതി ആയാലും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്നർ ഉണ്ട്, എത്ര കണ്ടെയ്നർ ഉണ്ട്, എത്ര എണ്ണം പോയിട്ടുണ്ട്, ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു വ്യക്തത വന്നില്ല. ഇപ്പോൾ ഒരു ചാർട്ട് ലഭ്യമാകുമ്പോൾ അത് കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തത വരുത്താൻ, കാരണം ടൂൾസ് നമ്മുടെ കൈവശം എത്തുന്നു എന്നുള്ളതാണല്ലേ? അതെ. വേറൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള ഈ സമുദ്രത്തിലുള്ള പിന്നെ കണ്ടെയ്നർ അപകടത്തെ പറ്റിയിട്ടൊരു മുൻ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എങ്ങനെ മാറ്റണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടൊരു പ്രൊസീജിയർ പ്രോട്ടോകോൾ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അത് നീക്കം ചെയ്യാനുള്ള യന്ത്രങ്ങളോ അങ്ങനത്തെ സംവിധാനങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇനിയുള്ള സമയത്ത് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടി വരും. ഇത്തരം ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോട്ടോകോൾ നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ഈ അവസരത്തിൽ കൂടുതൽ വരേണ്ടി വരും. നമ്മളീ പറഞ്ഞ പോലെ ഈ തീരത്ത് നിന്നും തെക്കൻ ഇങ്ങനെ തീരത്ത് നിന്നൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം 187 കണ്ടെയ്നറുകളിൽ തടിയാണ്. അപ്പോൾ തടികളൊക്കെ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടോ? അതല്ല പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചോളം അവർ കടലിൽ പോകുമ്പോൾ അവരുടെ ചെറു ബോട്ടുകൾ, വള്ളങ്ങൾ, അതിനൊക്കെ ഉണ്ടാകാവുന്ന ആശങ്കകൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മോണിറ്റർ ചെയ്യാനും പിക്കപ്പ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണോ? ഇത് തടിയുടെ കേസിൽ അതൊരു വലിയ പ്രശ്നമില്ല. കാരണം പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിരീക്ഷണ സംവിധാനങ്ങൾ അറിയാൻ പറ്റും. അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ അങ്ങ് പറയുന്നത് പോലെ ഈ ഇന്നത്തെ സ്റ്റേജിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ 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 നമ്മൾ കെമിക്കൽസ് ഉള്ള കണ്ടെയ്നറുകൾ ലൊക്കേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഈ രാസവസ്തുക്കളെ മാറ്റാനുള്ള ഒരു സംവിധാനവും കൂടെ നമുക്ക് സമാന്തരമായിട്ട് ചെയ്യേണ്ടി വരും. വളരെയധികം നന്ദി. ശ്രീ ഡോക്ടർ എ ബിജുകുമാർ, കുഫോസിന്റെ VC ആണ് പ്രതികരിച്ചത്. ശ്രീ രാജഗോപാൽ കമ്മത്തി പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് സാധ്യമായ രീതിയിൽ നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ സിസ്റ്റംസ് ഉള്ളത്, നമ്മുടെ സംവിധാനമുള്ളത്, അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. ഇതിനെ നിർവീര്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് സാധ്യമായിട്ടുള്ള ഏകോപനം ഇപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് വസ്തുക്കളെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു, നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആശങ്കകൾ എത്രത്തോളം ദൂരത്തുണ്ട്, അതിനെ നമുക്ക് തന്നെ നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ കെടുത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? ഇത് തീർച്ചയായിട്ടും ധാരാളം കപ്പൽ ഛേദങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിലും വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കടലിൽ കലരുന്നുമുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോ ഈ 640 കണ്ടെയ്നറുകളുടെ 43 കണ്ടെയ്നറുകളുടെ കൃത്യമായ ഒരു കണക്ക് നമുക്ക് ഓതന്റിക് ആയിട്ട് കിട്ടണം, ഒന്നാമത്. രണ്ടാമത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി നിശ്ചിതമായിട്ട് പറയണം, അതായത് മത്സ്യം ഭക്ഷ്യയോഗ്യമാണെന്ന് കോടതി ഈ ശാസ്ത്രജ്ഞരെല്ലാം അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് കോടതി പറയണം. എസ്പെഷ്യലി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലും ഈ മത്സ്യം കഴിക്കാൻ യോഗ്യമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല ഇത് പറയേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബയാസുള്ളവരല്ല. ഇപ്പൊ നേരത്തെ പറയുന്നത് കേട്ടു, കാൽഷ്യം കാർബൈഡ് ഇട്ട് മാങ്ങ കഴിക്കുന്നു. കാൽഷ്യം കാർബൈഡ് നിരോധിച്ച ഒരു വസ്തുവാണ്, രാസവസ്തു. അത് ഭക്ഷണങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണം ശുദ്ധമായിരിക്കണം. ഞാൻ മത്സ്യം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോ മത്സ്യം കഴിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് വിശ്വാസയോഗ്യമല്ല. അത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇതൊന്നും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, കടൽ വെള്ളം സാമ്പിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. മത്സ്യത്തെയാണ് പരിശോധിക്കേണ്ടത്. അവിടെ ആ ചുറ്റുപാടുള്ള മത്സ്യങ്ങളെ പരിശോധിക്കണം. അവരുടെ ടിഷ്യൂസിന്റെ എന്താണ് മാറ്റം ഉണ്ടായത്, അതിൽ ജനിതക മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ ഇത് ഭക്ഷ്യയോഗ്യമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് മത്സ്യത്തൊഴിലാളികളുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട്. എനിക്ക് അവരോട് വളരെ വലിയ ഒരു മമതയുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ക്ലീനിങ്ങിന്റെ ചുമതല മത്സ്യത്തൊഴിലാളികളെ ഏൽപ്പിക്കണം. കടൽ തീരങ്ങളും കടലും ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇത് മത്സ്യത്തൊഴിലാളികളെ ഏൽപ്പിക്കണം. അവർക്കൊരു വരുമാന മാർഗമാകട്ടെ. കാരണം ഒരു ദിവസം കടലിൽ പോയില്ലേ പട്ടിണിയാവുന്ന കുടുംബങ്ങളുണ്ട്. എനിക്കറിയാം, നേരിട്ടറിയാവുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഇതിനൊരു തൊഴിൽ സാധ്യത കൂടിയാണ്. കാരണം ഈ ക്ലീനിങ് അവർക്കൊരു തൊഴിൽ സാധ്യതയാണ്. ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞോട്ടെ, വളരെ അപര്യാപ്തമായിട്ടൊരു രീതിയിലുള്ള സേഫ്റ്റി കൺട്രോൾസ് ആണ് ഇത് പുതിയ പോർട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ദൂരത്ത് വെച്ച് വളരെ അടുത്ത് തന്നെ വെച്ച് ഇത് മറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഉദാസീനത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഓയിൽ സ്പില്ലുണ്ട്. കാരണം കണ്ടെയ്നറുകൾ മാത്രമല്ല, അതിനകത്ത് മറ്റു വസ്തുക്കളുണ്ട്, ഓയിലുണ്ട്. ഷിപ്പ് ഓടുന്നത് ഓയിലിലാണ്. ആ ഓയിലിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണം. അത് എത്രത്തോളം പടർന്നിട്ടുണ്ട്, അത് ശരിക്കും കാർസിനോജനിക്കാണ്. അത് ചെന്നിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ പാടില്ല. അത് കാർസിനോജനിക്കാണ്. കാൽഷ്യം കാർസിനോജനിക്കാണ്. പോളിത്തിലീൻ കാർസിനോജനിക്കാണ്. പോളിയെത്തിലീൻ കാർസിനോജനിക്കാണ്. പോളിപ്രൊപ്പിലീൻ കാർസിനോജനിക്കാണ്. ഈ ഓയിൽ കാർസിനോജനിക്കാണ്. കാരണം ഇതൊക്കെ അവയുടെ ടിഷ്യൂസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു വിവരം നൽകണം. അല്ലാതെ വെള്ളം ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബയാസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങും തൊടാതെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊന്നും ജനങ്ങളുടെ ആരോഗ്യത്തെ അങ്ങനെ മത്സ്യം കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ ആരും മരിച്ചു പോകത്തൊന്നുമില്ല. കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും മരിച്ചു പോവില്ല.
നമ്മളത് കൃത്യമായിട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണം. അതാണ് സർക്കാരും മറ്റ് ഏജൻസികളും ചെയ്യേണ്ടത്. ഇത്രയും കാലമായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ അറിയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്തുള്ളതെന്ന്. തീർച്ചയായും നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് എന്തായാലും തീർച്ചയായും അക്കാര്യം ഒരു വ്യക്തി ഇപ്പോൾ സർക്കാർ നിലവിൽ പറയുന്നത് പോലെ തന്നെ സർക്കാർ പറയുന്ന വാക്കുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. മത്സ്യം കഴിക്കാം. ഇപ്പോൾ നേരത്തെ കുഫോസിന്റെ VC പറഞ്ഞതുപോലെ മറ്റു പ്രശ്നങ്ങൾ നിലവിലില്ല എന്നാണ് അവരും പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ശ്രീ ചാൾസ് ജോർജ്, ഇക്കാര്യത്തിൽ നോക്കൂ, കടലിൽ പോകുന്ന ആളുകൾക്ക് മത്സ്യത്തിന് പകരം തേങ്ങയാണ് കിട്ടുന്നത്. തേങ്ങ 2000 തേങ്ങയും 200 തേങ്ങയൊക്കെ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ എന്താണ്, കടലിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട സാധനങ്ങൾ ഒന്നൊന്നായി പൊങ്ങുകയാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയ കണ്ടെയ്നറുടെ തടി കഷ്ണങ്ങളാണ്. തടി കഷ്ണങ്ങളൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊങ്ങിക്കിടക്കും, ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു ആൻസർ നൽകേണ്ട ഉത്തരവാദിത്തം അല്ലെ ആൻസർ നൽകേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നുണ്ടോ? അതെന്താണ് ശ്രീ ചാൾസ് ജോർജ്? ഞങ്ങളെ ഇരുട്ടി നിർത്തിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ് അടക്കം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗവൺമെൻറ് ചെയ്തൊരു നല്ല കാര്യം, കേരളത്തിലെ എക്സ്പെർട്ട് സ്ഥാപനങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ CMFRI ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, കുസാറ്റ് ഉണ്ട്, കുഫോസ് ഉണ്ട്, എക്സ്പെർട്സ് ഉണ്ട്. അതുകൂടാതെ CMLRയുടെ കപ്പലടപ്പ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും തെറ്റായ കാര്യമല്ല. പക്ഷേ ഇവർ ഈ സ്വിഫ്റ്റിലെ തന്നെ ഉദ്യോഗസ്ഥരിലേക്ക് പരിചയമുള്ളവരാണ്. അവർ ഈ സ്ഥലത്ത് നിന്ന് മീന കൊണ്ടു, അല്ലാണ്ട് വെള്ളമല്ല എടുത്തു വന്നത്. രാജഗോപാൽ പറഞ്ഞതല്ല, വെള്ളമല്ല, മീൻ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ടാണ് കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആശങ്ക കൊടുക്കരുത് ആളുകൾക്ക് യഥാർത്ഥത്തിൽ. രണ്ടാമത്തെ വിഷയം, കപ്പൽ എങ്ങനെ ഇവിടെ തിരുത്ത് വന്നു നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് കപ്പൽ 12 മണിക്കൂർ കൊണ്ട് മുങ്ങണ്? 23-ാം തീയതി 20 മണിക്കൂർ എന്തുകൊണ്ട് വൈകി കപ്പൽ പുറപ്പെടുന്നു? കപ്പലിൻ്റെ ഭാരം അഡ്ജസ്റ്റ് ചെയ്യലുണ്ടായ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ഈ കപ്പലിൽ ഈ കസ്റ്റംസ് ഉണ്ടാക്കിയ ഉദാസീനത പോലെ തന്നെ MMD എന്നൊരു ഭാഗമുണ്ട്, മർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ കപ്പൽ പരിശോധിച്ചാണ് വിടേണ്ടത്. അത് ഫിറ്റാണെങ്കിലും പറയേണ്ട അവരാണ്. അത് പരിശോധിച്ച് വിടണം. കപ്പലിൻ്റെ മുകളിൽ ഭാരം വെച്ചാൽ താഴെ വെള്ളം കയറ്റി നിറയ്ക്കണം. അങ്ങനെ ബെല്ലാത്ത് എന്ന് പറയും, ബെല്ലാത്ത് കറക്റ്റാകണം. താഴെ മോട്ടർ വർക്ക് ചെയ്യണം, വാൽവുകൾ വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യാത്തൊരു കപ്പലാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച ഈ കപ്പൽ കണ്ടം ചെയ്യുന്ന കൊച്ചി തുറമുഖത്ത് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, ഈ ആഴ്ച ഈ ട്രിപ്പ് കഴിഞ്ഞ് കപ്പൽ ക്യാൻസൽ കണ്ടം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഒരു കപ്പൽ കണ്ടം ചെയ്യുകയും പൊളിക്കത്ര എളുപ്പമുള്ള കാര്യം ലോകത്തൊരു രാജ്യം അംഗീകരിക്കുന്നില്ല. അത് വലിയ പൊള്യൂഷൻ കൊണ്ട് ആരും അംഗീകരിക്കുന്നില്ല. അതിനൊക്കെ എളുപ്പമാണ് മുക്കി കളയുന്നത്. അത് നമ്മുടെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ വിഷയം, ഈ കപ്പൽ തീരത്തുകൂടി എന്താണ് വരുന്നത്? കേന്ദ്ര ഗവൺമെൻറ് 2020-ലാണ് കപ്പൽ പാത നിർണ്ണയിച്ചത്. അത് 50 കിലോമീറ്റർ അകലെയാണ്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു 50 കിലോമീറ്റർ പോരാ, കൊയിലോൺ ബാങ്കിൻ്റെ പടിഞ്ഞാറ് പോകണം നമ്മൾ പറഞ്ഞു. അവർ അംഗീകരിച്ചില്ലല്ലോ. അവർ നമ്മളെ നിരാകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് എളുപ്പത്തിൽ കൊച്ചിയിലെത്തണം. അവർ അത്ര നോക്കിയുള്ളവർ. ഞങ്ങളവർ കണ്ടില്ലല്ലോ, മത്സ്യത്തൊഴിലാളി കണ്ടില്ല. അവർ 50 കിലോമീറ്റർ ആക്കി വെച്ച് ആ തീരം വരെ ലംഘിച്ചാണ് 14 നോട്ടിക്ക് മേലെ കൂടി കപ്പൽ പോന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. അറസ്റ്റ് ചെയ്ത് ആ നിമിഷം കപ്പൽ എമ്മിന് ചർച്ചയ്ക്ക് വരും. അപ്പോൾ നമുക്ക് കോമ്പൻസേഷൻ നടത്താൻ പറ്റും. 2018 കപ്പൽ മുങ്ങി. ആ കപ്പലിൻ്റെ വില $600 മില്യൺ. അവർ കൊടുക്കേണ്ടതെന്ന് കോമ്പൻസേഷൻ $2 ബില്യൺ. 3 കൊടുക്കേണ്ടതെന്ന്. 2018 എക്സ്പ്രസ് പേൾ എന്നൊരു കപ്പൽ എവിടെ ശ്രീലങ്കയിൽ മുങ്ങി സാർ. അത് മുങ്ങിയ ശേഷം അതിനകത്ത് നമ്മുടെ ഇതുപോലെ തന്നെ ഒരുപാട് പോളിപ്രോപ്പലിൻ തരികളുണ്ടായിരുന്നു. അത് കഴിച്ച് 600ഓളം കടലാമകൾ ചത്തുപോയി. പിന്നീട് അവിടുത്തെ മത്സ്യങ്ങളുടെ ചെകിളയിലും വയറ്റിലും ഈ പറയുന്ന നോഡ്യൂൾസ് അല്ലെങ്കിൽ നർഡിൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ കണ്ടിരുന്നു. അതല്ലാതെ അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നില്ല അന്ന്. ആ കപ്പൽ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്തുണ്ടായ കാര്യമാണ്. ശ്രീലങ്കയിൽ 15 കിലോമീറ്റർ ഉണ്ടായ കാര്യമാണ്. നമുക്കിവിടെയും ഇതൊക്കെ നിരന്തരം ഉണ്ടാകണം. 2012 ശേഷം എത്ര കപ്പലപകടം ഉണ്ടായി? നമ്മുടെ നാട്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം ഉള്ള യാനങ്ങളുടെ സംസ്ഥാനമാണ്. എല്ലാം കിഴക്ക് പടിഞ്ഞാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ തെക്ക് വടക്കാണ് പോകുന്നത്. കപ്പലിൻ്റെ അതിർത്തി പുനർനിർണ്ണയിക്കാൻ നമ്മൾ ആവശ്യപ്പെടണം. അത് നമ്മുടെ മത്സ്യബന്ധന മേഖലയുടെ പടിഞ്ഞാറ് വെച്ചിട്ട് പോകണം. എന്താ നമുക്ക് കുഴപ്പം? അതുപോലെ നമ്മൾ ഉന്നയിക്കുന്നില്ല. ഈ കപ്പൽ കമ്പനിയുമായിട്ടും അദാനിയുമായും MMDയുമായും പോർട്ട് അതോറിറ്റിയുമായും നമ്മുടെ പാർട്ട്ണർ എന്നൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് ഈ കാര്യത്തൊട്ട് ശരിയല്ല. ഞങ്ങൾ വിശ്വാസത്തിലെടുക്കണം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ജനങ്ങൾ കഴിക്കുന്ന മത്സ്യമാണിത്. ആ മത്സ്യം തിരിച്ചു വന്നു തുടങ്ങിയ കാലമാണിത്. ആ സമയത്ത് ജനങ്ങളെ ഇരുത്തി നിർത്തുന്നല്ലോ ഒരു തീർച്ചയായും അതാണ് ശ്രീ ചാൾസ് ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യം കഴിക്കാമെന്ന് സർക്കാർ നിരന്തരം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്കും വ്യാജ വാർത്തകൾക്കും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ നിലവിൽ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, കുഫോസിന്റെ വൈസ് ചാൻസലർ കൂടിയായ ബിജുകുമാർ പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. മത്സ്യം കഴിക്കാം. ഇന്നും നമ്മുടെ വീടുകളിലേക്ക് മുന്നിൽ ഹോണടിച്ചുകൊണ്ട് മത്സ്യം വിൽപ്പനക്കാർ വരുന്നുണ്ട്. അതൊക്കെ കഴിക്കുന്ന ആളെന്ന നിലയിൽ കൂടി ഞാൻ കൂടി ഇന്നത്തെ അവസ്ഥയിൽ പറയുകയാണ്. ഇന്ന് ഇതുവരെ നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ വ്യാജ വാർത്തകളെയൊക്കെ തന്നെ നമുക്ക് തള്ളിക്കളയാം.
അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ശ്രമവും അവർക്ക് ചില ആൻസറുകൾ ഉത്തരങ്ങളും നൽകുകയും വേണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.